കരിയർ സ്വിച്ച് ഇപ്പോൾ കോമൺ ആയി. കോവിഡിന് ശേഷം കുറച്ചധികം ആൾക്കാർ ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് കരിയർ ഓപ്ഷൻസ് ട്രൈ ചെയ്ത് എക്സിസ്റ്റിംഗ് ആയിട്ട് പോകുന്നതിൽ നിന്ന് മാറുന്നുണ്ട്. ഇപ്പോൾ കരിയർ സ്വിച്ചിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഇങ്ങനെ ഇപ്പോൾ പറയാനുള്ള കാരണം ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. 32 വയസ്സായി, 35 വയസ്സായി, 40 വയസ്സായി, ഞാൻ ഇനി മറ്റൊരു കോഴ്സ് പഠിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് കാര്യങ്ങളുടെ ഉത്തരം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. സോ ഒന്നാമത്തെ റീസൺ, എന്തുകൊണ്ടാണ് നമ്മൾ കരിയർ ചേഞ്ച് ചെയ്യുന്നത് എന്നതിന് വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് തന്നെ കൺവിൻസിങ് എന്നൊരു ആൻസർ ഉണ്ടാവണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വലിയ ശമ്പളം ഇല്ല, മറ്റൊരു കരിയറിലേക്ക് പോയാൽ അവിടെ നല്ല ശമ്പളം കിട്ടിയാൽ എന്നൊരു ചിന്തയിലാവാം. മേ ബി നമ്മുടെ ഒരു സുഹൃത്ത് ആ ജോലി ചെയ്യുന്നുണ്ട്, നമ്മളെക്കാട്ടിൽ ഇരട്ടി സാലറി വാങ്ങുന്നുണ്ട് എന്നൊരു ധാരണയിലാണെങ്കിൽ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ പ്രായം, പിന്നെ ഇനി ആ കോഴ്സ് പഠിക്കാൻ, അതിൻ്റെ സ്കിൽസ് പഠിക്കാൻ എടുക്കുന്ന സമയം, ആ ജോലിയിൽ കയറുമ്പോൾ മിക്കവാറും നമ്മളൊരു ഫ്രഷറായിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടേക്കാം. നമ്മുടെ ആ സുഹൃത്തിന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ലെവലിലേക്ക് നമ്മളെത്തുന്ന ഒരു സമയം കണക്കാക്കുമ്പം അതിലും ഭേദം എക്സിസ്റ്റിംഗ് ജോലിയിൽ എത്ര നാളോട് നിന്നാൽ അത് കൂടുതൽ ശമ്പളത്തിലേക്കോ അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ഓപ്പർച്യൂണിറ്റീസ് എടുത്തിട്ടൊക്കെ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിക്കാം. സോ എന്തുകൊണ്ടാണ് നമ്മൾ കരിയർ സ്വിച്ച് ചെയ്യുന്നത് എന്നതിനൊരു ക്ലിയർ ആൻസർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഫാമിലിയുടെയും ഒപ്പം ഫൈനാൻഷ്യൽ സിറ്റുവേഷനും എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് അസസ് ചെയ്യുക. നമ്മളങ്ങനെ ഒരു ചേഞ്ചിന് പോകുമ്പം ഡെഫിനറ്റ്ലി കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫാമിലിയിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുമോ, അവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർ സപ്പോർട്ടീവ് ആയിരിക്കുമോ, ഫൈനാൻഷ്യലി നമുക്കൊരു ബാക്കപ്പ് ഉണ്ടോ, പെട്ടെന്ന് ഒരു ഇൻകത്തിലൊരു ചലഞ്ച് വരുന്ന സമയത്ത് ഒരു അൺസർട്ടനിറ്റി ഉണ്ടായേക്കാം കുറച്ച് ദിവസങ്ങളിൽ, ആ സമയത്ത് നമുക്ക് സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടൊന്ന് അസസ് ചെയ്ത് വെക്കുക. പിന്നെ ലിങ്ക്ഡിൻ ഉപയോഗിക്കാം, അല്ലാണ്ട് കോൺടാക്ട്സ് വഴിയാണെങ്കിലും നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്ന ഇൻഡസ്ട്രിയിൽ, ആ ഫീൽഡിൽ അല്ലെങ്കിൽ ആ ജോബിൽ ഉള്ള വർക്ക് ചെയ്യുന്ന വ്യത്യസ്ത ആൾക്കാരെ ഒന്ന് കണക്ട് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നത് ഡിഫറെൻറ്റ് സീനിയോറിറ്റി ലെവൽസിൽ, ഡിഫറെൻറ്റ് കമ്പനികളുടെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ, അതായത് ഇൻഫോ പാർക്കിൽ തന്നെ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 5 ഡെവലപ്പേഴ്സിനോട് മാത്രം സംസാരിക്കാണ്ട്, ഇൻ കേസ് ഇഫ് യു ആർ പ്ലാനിങ് ടു മൂവ് ഇൻ ടു IT. പകരം ഇൻഫോ പാർക്കിലുള്ള ആളാവാം, ടെക്നോ പാർക്കിലുള്ള ആളാവാം, ബാംഗ്ലൂരുള്ള ആളാവാം, കോഴിക്കോട് വർക്ക് ചെയ്യുന്ന ഒരാളാവാം, അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള പല കമ്പനികളിൽ എൻട്രി ലെവലിലും മീഡിയം ലെവലിലും സീനിയർ ലെവലിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു 5-6 പേരോട് കണക്ട് ചെയ്യുക. അവരോട് സംസാരിക്കുക, ഒരു ഒപ്പീനിയൻ എടുക്കുക. ചുരുങ്ങിയത് ഒരു 5-10 പേരോടെങ്കിലും സംസാരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ കോൺടാക്റ്റിലില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ലിങ്ക്ഡിൻ എക്സ്പ്ലോർ ചെയ്യാം. സീനിയേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ വഴി പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള റെസ്പോൺസസ് തരും. ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സ്കിൽ ഗ്യാപ്പ് എന്താണെന്നുള്ളത് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് മറ്റൊരു ഫീൽഡിലേക്കൊക്കെ പോകുമ്പം അവിടെ പ്രധാനമായിട്ട് വേണ്ട സ്കിൽസിൽ, അത് പ്രൊഫഷണലും സോഫ്റ്റ് സ്കിൽസും ആകാം, നമ്മൾക്ക് എന്തൊക്കെ ലാക്ക് ചെയ്യുന്നുണ്ട്, അതെങ്ങനെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും, അതിൽ മാൻഡേറ്ററി ആയിട്ട് വേണ്ടത് കാര്യങ്ങൾ എന്തായാലും നമുക്ക് അത് നേടിയെടുത്തേ പറ്റും, അത് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. അതിന് തന്നെ ഒരു അഡീഷണൽ ലേണിംഗ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. പുതിയൊരു കോഴ്സ് പഠിച്ചിട്ടേ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു സ്ഥാപനത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടുകൊണ്ട് മാത്രം പോവാണ്ട് അവിടെ മുമ്പ് പഠിച്ച ആൾക്കാരെ, അല്ലെങ്കിൽ മേ ബി ലിങ്ക്ഡിൻ വഴി റിക്രൂട്ടേഴ്സിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് ആ ടൈപ്പ് ഓഫ് നമ്മൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ പോകുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ സാധ്യതയുള്ള സ്ഥാപനത്തിൽ റിക്രൂട്ടേഴ്സിനോടൊക്കെ ഇങ്ങനെ ഒരു കോഴ്സ് എടുത്ത് ഇന്ന സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹയർ ചെയ്യാനൊരു സാധ്യത ഉണ്ടാവുമോ എന്നൊക്കെ ഒന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തു, ഒരു കോഴ്സ് പഠിച്ചു, സ്കില്ലിൻ്റെ ഗ്യാപ്പൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു, പക്ഷേ നമുക്ക് ജോലി കിട്ടുന്നില്ല എന്നൊരു സിനാരിയോ ആണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, സിനിമയിൽ പറഞ്ഞ പോലെ ക്ഷമ വേണം, സമയം എടുക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ അല്പം ക്ഷമ വേണം. ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാവുന്നത് വെറുതെ കാത്തിരിക്കാണ്ട് ട്രൈ ഫോർ സം ഇൻറ്റേൺഷിപ്സ്. അതിപ്പോൾ അൺപെയ്ഡ് ആയാലും കുഴപ്പമില്ല, നമ്മൾ ആ ഇൻഡസ്ട്രിയിലുണ്ട്, നമുക്ക് ഹാൻഡ്സ് ഓൺ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് ഇൻറ്റേൺഷിപ്സ് ആണ്. അത് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഡെഫിനറ്റ്ലി. പിന്നെ അൾട്ടിമേറ്റ് ഒരു കാര്യം പറയാനുള്ളത്, നല്ലൊരു സ്ട്രെസ്ഫുൾ സിനാരിയോ കൂടെ കടന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. സോ അതിന് പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക, പ്രാക്ടിക്കലായിട്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കുക. ഇനി ഒരു കാര്യം നമുക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യാനുള്ളത്, പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നമ്മുടെ റെസ്യൂമെ എന്നൊരു സംഗതിയാണ്. റെസ്യൂമെ കൃത്യമായിട്ട് നമ്മൾ ടൈലർ ചെയ്തെടുക്കുക. റെസ്യൂമെ നമ്മളൊരു ഇത്ര നാൾ വർക്ക് ചെയ്ത ഫീൽഡിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് പോകുമ്പോൾ എങ്ങനെ അത് കൺവിൻസിങ് ആകും എന്നുള്ളത്. നിങ്ങളൊരു കരിയർ സ്വിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം റെസ്യൂമിൽ ഒരു സെഗ്മെൻ്റ് ഒന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. മേജറായിട്ട് നമ്മളുടെ പ്രൊഫൈൽ സമ്മറിയിൽ നമുക്ക് അവിടെ അത് കൺവിൻസ് ചെയ്യുന്ന രീതിയിലേക്ക് എഴുതാൻ പറ്റണം. പുതിയൊരു ഫീൽഡിലേക്ക് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ജോലിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ സ്കിൽസ്, എക്സ്പെർട്ടൈസ്, ക്വാളിഫിക്കേഷൻസ് ഒക്കെ അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടണം. ഒപ്പം പ്രീവിയസ് ജോബിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്താൽ മതിയാവും.
ഏറ്റവും കൂടുതൽ കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് നമ്മൾ റെസ്യൂമേക്കൊപ്പം കൊടുക്കുന്ന കവർ ലെറ്ററിലാണ്. പലരും ചെയ്യുന്ന വലിയ മണ്ടത്തരം ഒരു ഡോക്യുമെൻ്റ് കവർ ലെറ്റർ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ട് എല്ലായിടത്തേക്കും അത് തന്നെ അയക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ചെയ്യരുത്. കസ്റ്റമൈസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഓരോ ജോലിക്കും പ്രത്യേകം കവർ ലെറ്റർ തയ്യാറാക്കണം. അവിടെ മെൻഷൻ ചെയ്യുക എന്തുകൊണ്ടാണ് നമ്മൾ കരിയർ ചേഞ്ച് ചെയ്യുന്നത്, എന്തൊക്കെ സ്കിൽസും പാഷനും ഒക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാവുന്നതാണ്. അൾട്ടിമേറ്റ്ലി കരിയർ സ്വിച്ചിന് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ജോലി ഒഴിവാക്കി പുതിയൊരു ഫീൽഡിലേക്ക്, പുതിയൊരു ഇൻഡസ്ട്രിയിലേക്ക്, പുതിയൊരു കരിയറിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ സാധ്യതയുണ്ടോ, നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത് ഒറ്റ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്നായിരിക്കും. ഒരു റിക്രൂട്ടറുടെ മുമ്പിലേക്ക് നമ്മുടെ ഒരു റെസ്യൂമെ ചെല്ലുന്ന സമയത്ത് അവർക്ക് നോർമലി കിട്ടുന്നത് ഇതേ കോഴ്സ് പഠിച്ച ഫ്രഷേഴ്സിനെയും ഇതേ കോഴ്സ് പഠിച്ച് ഇതേ ജോലി ചെയ്യുന്ന മറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള എന്നാൽ ഫ്രഷറെ പോലെയുള്ള പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫൈൽ വരുമ്പോൾ എന്തുകൊണ്ട് അവർ നിങ്ങളെ ഹയർ ചെയ്യണം? അതിന് നമുക്ക് നല്ലൊരു ആൻസർ ഉണ്ടോ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം കരിയർ സ്വിച്ച് നടത്താൻ വേണ്ടി തീരുമാനിക്കുക. റെസ്യൂമേയിൽ പ്രൊഫൈൽ സമ്മറിയിൽ നമ്മൾ പുതിയതായിട്ട് മൂവ് ഓൺ ചെയ്യുന്ന കരിയറിലെ നമ്മുടെ മേജറായിട്ടുള്ള സ്കിൽസും ടൂൾസും ടെക്നിക്സും നമ്മളുടെ മെത്തേഡ്സും ക്വാളിഫിക്കേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കീ ആയിട്ടുള്ള പ്രൊഫഷണൽ സമ്മറിയിൽ ഏറ്റവും മേജറായിട്ട് ഏറ്റവും മുകളിൽ കൊടുക്കുകയും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുടെ മേജർ കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് മാത്രം കൊടുക്കുകയും ചെയ്താൽ തന്നെ ധാരാളമാണ്. ദെൻ നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും ആഡ് ചെയ്യാവുന്നതാണ്, ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. ഈ പുതിയ ജോബുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാം. ലിങ്ക്ഡിനും അതനുസരിച്ച് ടൈലർ ചെയ്യുക, പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ്റെ ഹെഡ്ലൈൻ, എബൌട്ട് തുടങ്ങിയവ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കരിയർ സ്വിച്ചിനെ പറ്റി ഡിസിഷൻ എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.